ഞാനാണ് തുടങ്ങിയത്. ഇപ്പൊ ഇവിടെ കൈയടിക്കാൻ ആളിനെ കൊണ്ടുവന്നിരുത്തിയെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളിപ്പോൾ വിളിച്ചു എന്നോട് ഇവിടെ വരണം എന്ന് പറയുന്നത് തന്നെ വേറെ ആളിനെയാണ് നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ അവൈലബിൾ ആണോ എന്ന് തിരക്കി. അപ്പോൾ അരമണിക്കൂർ നോട്ടീസിലാണ് ഞാൻ വന്നത്. ഞാൻ പോലും ഇങ്ങനൊരു ചർച്ച നടക്കുന്ന വിവരം പോലും ഞാൻ അറിഞ്ഞതല്ല. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കൈയടിക്കും. അപ്പോൾ വസ്തുതകൾ പറയുമ്പോൾ അറിയാതെ പ്രതികരിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും. അതിനെ കൊണ്ടുവന്നിരുത്തി എന്നൊക്കെ തരത്തിലുള്ള വർത്തമാനങ്ങളിലേക്ക് പോകും. ആ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന ഒരു 3-4 പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരെല്ലാം രാഷ്ട്രീയ പാർട്ടി, അതായത് CPM-ന്റെ അനുഭാവമുള്ള സംഘടനയിലെ മുമ്പിൽ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എനിക്കറിയാം, എന്റെ നാട്ടുകാരി. അതിപ്പോ കൊല്ലത്ത് CPM-മാർ ഒരുപാട് ഉണ്ടായതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും കൂടുതലുണ്ടായതുകൊണ്ട് മറ്റുള്ളവരെ എല്ലാ പാർട്ടിക്കാർക്കും ഓരോ പ്രതികളെ കൊണ്ടിട്ട് ആളെ അല്ല, ഞാനാണല്ലോ തുടങ്ങിയത്. ആൾക്കൂട്ടത്തെ നമ്മൾ കൊണ്ടുവന്നിരുത്തിയിട്ടില്ല എന്നത് കൈയടിക്കാൻ തോന്നുന്നതിന് നമ്മൾ എന്താ ചെയ്യാൻ കഴിയാ? ഓ, അത് ശരി, അങ്ങനെയാണോ? അതെ, ഇത്രയും നിഷ്കളങ്കരാണോ? ആളുകളെ വിളിക്കണമായിരുന്നു. കയ്യടിയെ നമ്മൾക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ തുടങ്ങിയത് ഞാനാണല്ലോ. നിങ്ങൾ ചർച്ച തുടങ്ങിയത് ഞാൻ തന്നെ. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പഴയതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്ങനെ ആയി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിലവിലുള്ള സ്ഥിതിയിൽ ഇപ്പൊ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അവിടെ തന്നെ പറഞ്ഞ എന്താ, പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ തുടങ്ങണം, സ്റ്റാഫിനെ നിയമിക്കണം, പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ള ഡോക്ടർമാരുണ്ടാകണം, അനുബന്ധ സ്റ്റാഫുകൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ പണം വേണം. ആ പണത്തിന്റെ ലഭ്യതയെക്കുറിച്ച് പോലും ഞാൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭിച്ചിരുന്നത് പോലെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം പിണറായി ഗവൺമെന്റ് ഉണ്ട്, രണ്ടാം പിണറായി ഗവൺമെന്റ് ഉണ്ട്. ഒന്നാം പിണറായി ഗവൺമെന്റ് ഒരു കാലഘട്ടത്തിലും കേന്ദ്ര അവഗണന സാമ്പത്തികമായി ഉപരോധിക്കുന്നു എന്ന ഒരു വാക്കും എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ രണ്ടാം പിണറായിയുടെ ഗവൺമെന്റിന്റെ കാലം മുതൽ സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനം ഉണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഞാൻ ആ തരത്തിലേക്ക് പോയില്ല. ഈ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ബഡ്ജറ്റ് വിഹിതം എത്ര ആയിരുന്നു കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ബഡ്ജറ്റ് വിഹിതം? ഇപ്പോൾ അത് എത്രയായി? 3.8 ആയിരുന്നു എങ്കിൽ ഇപ്പൊ അത് 1.9 നമുക്ക് ലഭിക്കുന്ന ബഡ്ജറ്റ് വിഹിതം കുറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലും ഇപ്പൊ കടമെടുക്കാനുള്ള പരിധി കേന്ദ്ര ഗവൺമെന്റ് കുറച്ചു. എന്നിട്ട് ഇവിടെ ഈ കേരളത്തിൽ ഇന്ന് സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം പ്രാവർത്തികമാക്കിയത് കിഫ്ബി പദ്ധതി വഴിയാണ്, അല്ലേ? കിഫ്ബി പദ്ധതി വഴി അത് നടപ്പിലാക്കുമ്പോൾ ഇന്നേ ജനത്തിന് അതിന്റെ പ്രയോജനം ലഭ്യമാകുന്നു. ആ പ്രയോജനം ലഭ്യമാകുന്നത് കിഫ്ബി വഴിയുള്ള പണം സ്വരൂപിച്ചിട്ടാണ്. അത് സർക്കാർ കടമെടുത്തിട്ടാണ്. ആ കടമെടുക്കാനുള്ള പരിധിയിൽ അങ്ങ് പെടുത്തി മുൻകാല പ്രാബല്യത്തോടുകൂടി. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിനും അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മുൻകാല പ്രാബല്യത്തോടുകൂടി ഒന്നാം പിണറായി ഗവൺമെന്റ് എടുത്ത കടത്തെയും രണ്ടാം പിണറായി ഗവൺമെന്റിന് എടുക്കാനുള്ള കടത്തിന്റെ പരിധിയിൽപ്പെടുത്തി കടമെടുപ്പ് തടഞ്ഞു. ഈ തരത്തിൽ ശരാശരി ഒരു വർഷം മുമ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ അളവിൽ കണക്കാക്കിയാൽ മിനിമം 50,000 കോടി രൂപയുടെ നഷ്ടം നമുക്ക് ആ ഇനത്തിലുണ്ട്. അതുകൊണ്ട് 4 വർഷം കഴിയുമ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടം നമുക്കുണ്ട്. അതേസമയം ഇവിടെ ചെലവും വർദ്ധിച്ചിട്ടുണ്ട്.
അപ്പൊ സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ്. സാമ്പത്തികം എന്ന് പറയുന്നത് ഇനിയുള്ള എല്ലാ വിഷയങ്ങളിലും ഒരു പക്ഷേ വിഷയമായിട്ട് പിണറായി സർക്കാരിന്റെ വാർഷികത്തിന് 100 കോടി ചെലവഴിക്കാൻ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ല. അല്ല, ഇതുപോലെ ഇത് പച്ചക്കള്ളം വന്നിരുന്നിട്ട് സർക്കാരിന്റെ കണക്കെടുത്ത് നോക്ക്. അല്ല, സർക്കാരിന്റെ കണക്കെടുത്ത് നോക്ക്. എത്ര രൂപയാണ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അത് പോരാഞ്ഞിട്ട് IT-കാർക്ക് വേണ്ടി മാത്രം എത്ര രൂപ കൂട്ടിയേ? പാവപ്പെട്ട ആശമാർക്ക് 100 രൂപ കൂട്ടി കൊടുക്കാത്ത, ആശമാർക്ക് 100 രൂപ കൊടുക്കാത്ത കേരളത്തിൽ, ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആശമാരല്ല, ആശമാര് സമരരംഗത്തില്ല. ആശമാർ ആരോടൊപ്പമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ സ്ഥിതിവിശേഷത്തെ കുറിച്ച് അറിയാം. ഇവര് സമരം ചെയ്തിട്ടല്ല. ഇന്ത്യയിൽ ആദ്യമായി 2016 1000 രൂപ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 7000 ആക്കി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാർ. ഈ രാജ്യത്തല്ലേ ഇപ്പൊ 3000 കഴിഞ്ഞ മാസം കിട്ടിയത്. ചെന്ന് നോക്ക്, പാവപ്പെട്ട നിങ്ങൾ 13,500 വാങ്ങിച്ചത് പോയി നോക്ക്. ഇതുപോലെ സർ വന്നിരുന്നിട്ട് ശുദ്ധ അസംബന്ധങ്ങൾ പറഞ്ഞ നമുക്കിത് നിർത്തിവെച്ചിട്ട് മൈതാന പ്രസംഗമാണ്. നമ്മൾക്ക് ഒരു കാര്യം, മൈതാന പ്രസംഗമല്ല, മനസ്സിലായില്ലേ? 26,000 ആശമാരുള്ളതിൽ 100-ൽ താഴെ ആശമാരാണ് അവരിപ്പോ റോളിലില്ല, അനധികൃതമായി ഹാജരാകാത്തതിന്റെ പേരിൽ. എന്നിട്ട് അവര് സമരമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർ പോയി ഇടപെടുന്നു. രാഷ്ട്രീയമായ സമരമാണ്, പക്ഷെ അത് ക്ലച്ച് പിടിച്ചില്ല. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആശാവർക്കർമാര് കേരള സർക്കാരിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ കീഴിൽ, അപ്പൊ അവർക്കൊക്കെ പേടിയുണ്ട്, അവരുടെ കുടുംബം പട്ടിണിയാവും. കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ കൂട്ടി കൊടുത്തോ? അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും. ഒരു സ്റ്റേറ്റിലും ഇല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റും സെൻട്രലുമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അല്ല, ഇത് ആശാവർക്കർമാരുടെ സമരം, ആശാവർക്കർമാരുടെ സമരം അല്ലെങ്കിൽ ദുർബലമായത് ഈ സർക്കാർ ദുർബലമാക്കിയത്. കാരണം പാവപ്പെട്ട പട്ടിണി പാവങ്ങളാണ് തിരുവനന്തപുരത്ത് മാസങ്ങളോളം ഇരിക്കുന്നത്. അവർക്കൊക്കെ പേടിയാണ്. കാരണം ഉള്ള തൊഴിൽ കൂടി പോകും എന്നുള്ള പേടി കൊണ്ടാണ്. ഉള്ള തൊഴിൽ കൂടി സർക്കാർ, അല്ലെങ്കിൽ നമുക്കറിയാം പല ഓഡിയോ ക്ലിപ്പുകളൊക്കെ അല്ലെങ്കിൽ കുട്ടികൾ മരിക്കുന്നില്ല. മൃതദേഹം സൈക്കിളിൽ വെച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥാവിശേഷം മണ്ണ് വാഴ്ത്തുന്ന വിശപ്പടക്കിയ നാടും, അതുപോലെ തന്നെ ആഹാര സാധനം കട്ടു എന്നുള്ളതിന്റെ പേരിൽ അടിച്ചുകൊന്ന നാടുവായത്. അങ്ങനെയുള്ള നാട് കൂടി. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ട് ഈ ചർച്ചകളിൽ അല്ല, അതല്ല ഞങ്ങളൊക്കെ ഈ നേരത്തെ സാറ് അത് ഈ പറയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ സാർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് പറയാൻ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ അല്ല സാറ് പറയുമ്പോ, സാറ് പറഞ്ഞത് അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അവസരമില്ല. ഞാൻ കേരളത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഞാൻ കേരളത്തെ കുറിച്ച് മാത്രമാണ് ചർച്ചയാണ് ഇവിടെ തുടങ്ങിയത്. അതെ, ഞാൻ കേരളത്തിൽ എന്തിനാ തർക്കമല്ല. ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു, ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരോഗ്യ മേഖല കേരളം നമ്പർ 1 ആണെന്ന് ഇനി ആര് തർക്കിച്ചാലും അതൊരു സത്യമാണ്. ഒരു സംശയം, ഞാൻ കേരളം എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അതൊരു സത്യമാണ്. ഞാൻ കേരളം എന്നേ പറഞ്ഞുള്ളൂ. കേരള ആരോഗ്യത്തിന് ഇന്നല്ല, അങ്ങനൊന്നും ശേഷമല്ല, അത് ജനങ്ങൾക്കറിയാം. അത് ജനങ്ങൾക്കറിയാം. എന്തൊക്കെ പ്രോജക്ട്സാ കൊണ്ടുവന്നേന്ന് അത് ജനങ്ങൾക്കറിയാമല്ലോ. ആശുപത്രി ഇപ്പൊ കൂടുന്നു. ഗ്രാജുവേറ്റ് ഈ ആശുപത്രി ഒന്നും ഇല്ലാത്ത നാടായിരുന്നു. എല്ലാ സർക്കാരും ഗ്രാജുവേറ്റ് കൊണ്ടുവന്നതാണ്. സർക്കാർ ആശുപത്രിയിലോട്ട് പണ്ട് ജനമൊന്നും പോകത്തില്ലായിരുന്നു. അപ്പൊ അവിടെ തിരക്കുമില്ലായിരുന്നു. ഇപ്പോ എത്ര രോഗികൾ കൂടിയെന്നൊന്ന് പരിശോധിക്കൂ. രോഗങ്ങൾ വർദ്ധിക്കുന്നു. പിണറായി വിജയൻ വഴിയൊഴിഞ്ഞുണ്ടാക്കിയതല്ല കേരളം. പരമാവധി സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതെ, ഈ